ഞങ്ങളിപ്പോ ചാടാൻ പോവാണ് ഗായ്സ്. നമ്മള് കാല് വെച്ചാൽ മതി വന്ന് പോയത്. ചേട്ടാ നമ്മള് രാവിലെ എങ്ങോട്ടാ പോന്നെ? കണ്ണാടിക്കുളത്തിൽ കുളിക്കാൻ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ കുളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? എവിടെ സ്ഥലം? ചാരുമൂട്. അപ്പോൾ അവിടെ ഒരു കണ്ണാടിക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. വേണ്ടേ, ഇത് ചേട്ടൻ്റെ കൂട്ടുകാരെ, ഇത് ചേട്ടൻ, ഇത് ഞാൻ, പിന്നെ ആരോ വരുന്നെന്ന് പറഞ്ഞില്ല. ആരാ? നമ്മുടെ കൂട്ടുകാരൻ. അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും. 4ആണോ 5ആണോ? 5 പേര്. ഞങ്ങൾ 5 പേര് അല്ലെങ്കിൽ 4 പേര് അല്ലേ? നമ്മൾ എത്ര പേര് കാണും. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? ഒന്നും കുറച്ച് 10-12 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ കിടില സ്പോട്ടാണ് ഗൈസ്. ഈസപ്പോൾ ഞങ്ങളെ വഴിയാണ് കേട്ടോ. വഴിയുടെ അവസ്ഥ ഉണ്ട്. ഇവിടെ വെള്ളമൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ നമ്മളെ വീടാണ് കണ്ടോ, അങ്ങേറ്റത്ത് കാണുന്ന ഒരു വെള്ളം കണ്ടോ. അപ്പോൾ അതാണ് നമ്മളെ വീട്. അപ്പോൾ നമ്മളെ വഴി കൂടെ നമ്മൾ നടക്കുവാണ്. അപ്പോൾ റോഡിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മളെ കാറല്ല, അത് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കാറാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് റോഡ് എത്തണമെങ്കിൽ ഒരു 2 മിനിറ്റ് നടക്കണം. കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് റോഡിൻ്റെ അവസ്ഥയൊക്കെ. നമ്മുടെ കൂട്ടുകാരുണ്ട് 2 പേര്, നിവേദും രഞ്ജിമയും കാണും. അവരും വരുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു നിക്കർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന നിക്കർ ഇതാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും കാരണവശാൽ നനയുവാണെങ്കിൽ മാറാൻ വേണ്ടി ഒരു നിക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ചേട്ടൻ്റെ കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മളെ കാറ് പോകണ്ടില്ല, അവിടെ കിടപ്പോട്ട് പോകണ്ടേ. ആ റോഡ് സൈഡിൽ കാണുന്നുണ്ട്, അതാണ് നമ്മളെ കാറ്. നമ്മളിപ്പോൾ പോകുന്ന കുളമെന്ന് പറഞ്ഞാൽ കിട്ടില്ല വെള്ളമാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ വെള്ളത്തിന് ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ. നമ്മൾ കുളിക്കുന്നതൊക്കെ കറക്റ്റ് തെളിഞ്ഞ വെള്ളം എന്നുവെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ, അടിപൊളി ക്ലിയർ ആയിട്ട് ഒരു അഴുക്കില്ലാത്ത സൂപ്പർ വെള്ളമാണ്. പാറക്കുളം, കണ്ണാടിക്കുളം, എങ്ങനെയൊക്കെയാണ് ആ കുളത്തിൻ്റെ പേര്. അപ്പോൾ ബാക്കി ആഴ്ച നമുക്ക് അവിടെ പോയിട്ട് കാണാം. വാ. അവിടെ കാർ എടുത്ത് അവൾ എൻ്റെ കൂട്ടുകാരെ. പണ്ടത്തെ കുളിക്കാൻ പോണ കുളിക്കാൻ പോ. കണ്ണാടിക്കുളത്തി പോകണം. ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. കട അവധി എടുത്ത് ഞങ്ങള് മറ്റേ പിള്ളേരൊക്കെ ഉണ്ട് അവിടുന്ന്. പോട്ടെ. ഗായ്സ്, അപ്പോൾ നമ്മൾ കാറിനകത്താണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നത്. അപ്പോൾ ചേട്ടൻ എൻ്റെ ബാക്കിലുണ്ട്. ചേട്ടൻ്റെ കൂട്ടുകാരൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് 2 പേരെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. നമ്മൾ 3 പേര് കൂടാതെ ഒരു 5ആമൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. 5 പേരോ 4 പേരോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അല്ലേ? വരുമോ? അവർ നമ്മുടെ കൂട്ടുകാരാണ്, രഞ്ജിമ, നിവേദ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം അവരിപ്പോൾ എണീറ്റൊന്നും കാണത്തില്ല. 7 മണിയല്ലേ ആയുള്ളൂ രാവിലെ. അപ്പോൾ ഇപ്പോൾ എത്താറായുടെ വീട്. ചിലപ്പോൾ വരുമോ, വിളിക്കാം. അവരെന്തായാലും നമ്മളോട് എല്ലാ കാര്യത്തിനും വരുന്ന അവരും വരും. അവരന്ന് കഴിഞ്ഞ ഞായറാഴ്ചയും പറഞ്ഞായിരുന്നു നമുക്ക് പോകാമെന്ന്. പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. അപ്പോൾ ഇന്നിപ്പം കാറും കൊണ്ട് വന്നപ്പം രാവിലെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകാൻ കേസ്. അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഏകദേശം എത്താറായില്ല. അവിടെ വീടിന്റെ അടുത്തായില്ലേ? വീടെത്താറ്. ഇപ്പൊ നമുക്ക് നോക്കിയിട്ട് അവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങളൊന്ന് വിളിച്ചായിരുന്നു. വിളിച്ച സമയത്ത് അവര് ഉറക്കുവാന്നാ പറഞ്ഞത്. അപ്പൊ എണ്ണിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഒരു സർപ്രൈസ് ഉണ്ട്, ഇപ്പൊ എത്തുമെന്നാ പറഞ്ഞ ഞങ്ങള്. അവിടെ ചെന്നിട്ട് പറഞ്ഞത്. ഇത് നമ്മളെ കണ്ട എത്താറായി. ഇത് റെയിൽവേ ക്രോസ് ആണ് നമ്മളടുത്തുള്ള. ഇതാണ് കേട്ടോ വീട്. പെണ്ണ് കാണാൻ മതി. വാ. വീഡിയോക്കല്ലേ കിട്ടിയത്. അവൻ ബ്ലോഗ് എടുക്കുവായിരുന്നു. വാടി. എന്തൊക്കെ വാടി. അയ്യേ വാ. ഇന്നലെ നീയൊക്കെ വന്നിട്ട് നല്ലൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. വേണ്ട, ആ കണ്ടന്റ് നമുക്ക് വേണ്ട. വാ 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 നിവേദ്.
രാത്രി ഡ്രൈവർ പുറയിലോട്ടത് ഒരു കേറ്റം കേറിയേ അങ്ങനെ പല വണ്ടി നിന്ന് പോയി പറയാ ഡ്രൈവിംഗ് സീറ്റിൽ ഇറങ്ങിട്ട് പറയാ സാറേ ഇപ്പൊ ഡ്രൈവർ വണ്ടി ഇവിടുന്ന് വലത്തോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് സ്പോട്ടിൽ. എല്ലാവരും വേണ്ട ഇറങ്ങി. ഗായ്സ്, അപ്പം നമ്മൾ ആ റോഡിൽ നിന്ന് നമ്മളെ കുളത്തിലേക്ക് പോകുന്ന റൂട്ടിങ്ങിനാണ്. കുറച്ച് ഇറക്കമാണ് അല്ലേ? അവിടെ മഴ പെയ്തുകൊണ്ട് തെന്നി കിടക്കുകയാണ്. അപ്പോൾ നോക്കി കണ്ടൊക്കെ നടക്കണം. ഗേസ് അപ്പം നല്ല ഇറക്കമാണ്. അപ്പോൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഉച്ചയും കുത്തി താഴെ കിടക്കത്തേ ഉള്ളു. അത് കുഴപ്പമില്ലോ. ഹേ ഗായ്സ്, അപ്പം നമ്മളങ്ങനെ ബോട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കണ്ണാടിക്കുളം. കണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ്. കണ്ടേ, ഇവിടെ എല്ലാവരും ഇപ്പോൾ ഉണ്ട്. നമ്മളിവിടെ വന്ന അല്ലേ? ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങണ്ടേ? വാ, നടന്നു. കേസ് ഇപ്പോൾ ഇവിടെ കണ്ടോ കുറേ പേരുണ്ട് ഈ രാവിലെ തന്നെ. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 8 മണി ആയതേ ഉള്ളൂ. ഇഷ്ടക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ കുളിക്കാനൊക്കെ വന്നിരിക്കുന്നത്. കൊണ്ട് നോക്കിക്കേ, ഇവിടെ നമ്മളിവിടെ വന്നവരെല്ലാം കൊണ്ട് വന്ന് അവിടെ കുളിക്കാനായിട്ട് പോവാണ്. കേസപ്പോൾ ഇത് തെളിഞ്ഞ വെള്ളം വേണ്ടാണ് രാവിലെ തന്നെ ഇഷ്ടക്കണക്കിന് ആൾക്കാർ ഇവിടെ കുളിക്കാൻ വരുന്നത്. എനിക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു വെള്ളത്തിൻ്റെ ഇത്. വെള്ളച്ചാട്ടം കേസപ്പം വേണ്ട കുളത്തിൻ്റെ ഒട്ടിപ്പുറത്തായിട്ട് ഒരു സ്പോട്ട് ഉണ്ട്. വേണ്ട ചെറിയൊരു സ്പോട്ട്. ആ കുളത്തിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ പോകുന്നതാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് അവിടെ. നോക്കാം. കേസപ്പം ആണ്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഞങ്ങളിപ്പോൾ ചാടാൻ പോവുകയാണ് ഗായ്സ്. കേസപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കേട്ടോ, ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഒരു അടിവശം വരെ കാണാൻ പറ്റും. അത്രയ്ക്കും തെളിഞ്ഞ വെള്ളമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കണ്ണാടിക്കുളം എന്ന് പേരും വീണത്. ആണ് ചേട്ടൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടേ,
ഏകദേശം നിങ്ങൾ ഈ കുളം കണ്ടില്ല, കിടിലൻ കുളമാണ്, അടിപൊളി സ്പോട്ടാണ്. അപ്പം എല്ലാവരും ഇവിടെ വരിക, പറ്റുന്നവരൊക്കെ. ആലപ്പുഴ ജില്ലയിലെ ഒരു അടിപൊളി സ്പോട്ട് തന്നെ. എല്ലാവരും ഇവിടെ ഞായറാഴ്ച ആയാലും എല്ലാ ദിവസവും ഇവിടെ ഈ കുളത്തിൽ പിള്ളേരും എല്ലാവരും ഒട്ടനവധി പേര് വന്ന് കുളിച്ചിട്ട് പോകുന്ന കുളമാണ്. ഇതിൽ അഴുക്കൊന്നുമില്ല, നല്ല വെള്ളമൊക്കെയാണ്, സൂപ്പർ. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അപ്പം പിടിക്കാൻ വേണ്ടി നോക്കിയാണ്. കിട്ടിയല്ലോ? ആണോ? നമ്മള് കാല് വെച്ചാൽ മതി വന്ന് പോയത്. ആണ്ടോ മീന്? നല്ല തണുത്തുള്ളൂ അല്ലേ? പിന്നെ ആ അതുകൊണ്ട് സ്പാ വലിയ ആഴമൊന്നുമില്ല. കണ്ടേ ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടോ, ഇവിടുന്ന് ഇത്രയും സ്റ്റെപ്പ്, ഈ ഒരു സ്റ്റെപ്പിൽ ഇറങ്ങിയപ്പോൾ വലിയ ആഴമൊന്നുമില്ല. ഒന്നും കൂടെ ഇറങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ ആഴം കൂടുതലല്ലേ? ഗീസപ്പോൾ കണ്ട വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുമ്പോൾ തന്നെ അറിയാം, എൻ്റെ കാല് കണ്ട ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ, അത്രയ്ക്കും ക്ലിയറാണ് ഈ ഒരു വെള്ളം. ഗായ്സ് അപ്പോൾ നല്ല ഒഴുക്കുള്ള ഒരു കുളം തന്നെയാണ്. അപ്പോൾ എന്താ ഈ കുളം എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് ആ അവിടെ ഞാൻ ഒരു മറ്റേ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു വെള്ളം ഒഴുകി ഇങ്ങനെ വന്ന് അപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കത്തില്ല. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി പൊക്കോളും അല്ലേ? അതെ, പറ. ഇപ്പോൾ കുറേ രോഗങ്ങൾ വരുന്നു, മസ്തിഷ്ക അമീബിയ മസ്തിഷ്ക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും കണ്ട കുളങ്ങളൊന്നും ചാടല്ല, ഇങ്ങനെയുള്ള നല്ല വെള്ളങ്ങളൊക്കെ പോയി എല്ലാവരും കുളിക്കുക. പിന്നെ നമുക്കത് ഇപ്പോൾ കുറേ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കുളങ്ങൾ നോക്കി എല്ലാവരും കുളിക്കാൻ പോവുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ആലപ്പുഴയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ കുളത്തിൽ വന്ന് കുളിക്കാൻ സൂപ്പറുകളാണ്. ഇവിടെ താമരക്കുളം, താമരക്കുളമില്ല, ചാരുമൂട് കഴിഞ്ഞിട്ട് ആനയടി കുളം. അതെ ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചില്ല. ഞാൻ പിന്നെ ഞങ്ങളുടെ മഞ്ജിമ പിന്നെ ലിനു അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാർ അപ്പോൾ ഒന്നും കുളിച്ചില്ല. അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ കുളിച്ചുള്ളൂ, എൻ്റെ ഏട്ടനും അവരും. അപ്പോൾ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ഇനി കാറിലേക്ക് പോവാണ്. നേരെ ഇനി നമ്മളെ വീട്ടിലേക്ക് പോകണം. അവരെ ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇവിടെ കയറുന്ന ഇറങ്ങുന്നതും കുറച്ച് കയറ്റം പോലത്തെ ഇതാണ്, മല പോലെ ഒരു ചെറിയൊരു മല പോലെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ മാക്സിമം നോക്കി കണ്ടൊക്കെ വരും. അവർ കയറി വരുന്നുണ്ട്. അപ്പോൾ അവർ കയറി വരുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം നമ്മളെ ഒരു കുത്തനെ കിടക്കുന്ന ഒരു ഇറക്കവും കയറ്റമാണ്. അപ്പോൾ ഇതിറങ്ങി വേണം നമ്മൾ ആ കാണുന്നതാണ് നമ്മളെ കണ്ണാടിക്കുളം. അപ്പോൾ ഞാൻ അപ്പോൾ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് സൂപ്പർ ആയിരിക്കും. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കൂട്ടുകാരൻ ഡ്രൈവർ അവർ കുളിച്ചില്ല, ഈ മാമൻ കുളിച്ചില്ല. കേസപ്പം ഞാനും പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരൻ പിന്നെ മഞ്ജുമ ഇത്രയും പേര് കുളിച്ചില്ല. കേസപ്പം ഞങ്ങളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഇനി കാറിൽ കയറി നേരെ ഇനി നമ്മളെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവരെല്ലാം എന്താണ്ട് കാറിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞാണ്ട് ഇവരൊന്നും കുളിച്ചില്ല, വെറുതെ വന്ന് നോക്കി പോവാം. തിരിച്ചു പോവാണ്. ഓക്കെ, ഞങ്ങളുടെ സൺഡേ പരിപാടിയായിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. അടിപൊളിയായിരുന്നു. ഈ രാവിലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ടാണ് നമ്മുടെ എന്നല്ല പെൺകുട്ടികളൊന്നും അങ്ങനെ വരാറില്ല, അതുകൊണ്ടായിരിക്കും. ഫുൾ ആൺപിള്ളേരായിരിക്കും, പെൺകുട്ടികൾക്ക് ഇത്ര പ്രത്യേകത ആരും വരാത്തോണ്ടായിരിക്കും. അപ്പൊ അടിച്ചു പൊളിക്കാൻ വേണ്ടി നീന്തണം എന്ന് ആഗ്രഹമുള്ളവർ, നല്ല വെള്ളത്തിൽ നീന്തണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം. ആനയുടെ റൈറ്റ് വിട്ട് വന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കണ്ണാടിക്കുളം എന്ന് ചോദിച്ചാൽ മതി.